എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് ജീവിതത്തിൽ കുറച്ച് സമയം മാറ്റിവെച്ചുകൊണ്ട് ഒരു പുസ്തകത്തെ പരിചയപ്പെടാനും അതിലെ കുറച്ച് പൊരുളുകൾ മനസ്സിലാക്കാനുമുള്ള ഈ ഒരു ചെറിയ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് സെഷൻ എടുക്കുന്ന അനുവിന്ദ മാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ മനോഹരമായ ഒരു പുസ്തകം ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കാൻ മാമിന് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ് മാം. ഇന്ന് ഈ സെഷൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശങ്കറുണ്ണി സാറാണ്. ശങ്കറുണ്ണി സാറ് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓവർ ടു യു ശങ്കറുണ്ണി സാർ. Thank you, Dinesh sir. Thank you so much for introducing me in the elevator manner. Thank you so much. ഇനി എൻ്റെ കർത്തവ്യം ഇന്നത്തെ ട്രെയിനറെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്നത്തെ ട്രെയിനർ മിസ് അനുവിന്ദ ബാലൻ, സ്വദേശം കണ്ണൂർ ജില്ലയിലെ പിണറായിയാണ്. ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ചെയ്തു. അതിനുശേഷം എംടെക് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി പ്രവേശനം എടുത്തതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി തുടങ്ങി. ഇപ്പോൾ 10 വർഷമായിട്ട് ആ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ബിജേഷ് TCS എംപ്ലോയി ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. മക്കൾ അക്ഷിത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ശിവദ 2 വർഷമായിട്ട് 2 വയസ്സുള്ള ഒരു കുട്ടിയാണ് ശിവദ. NSPC സർട്ടിഫൈഡ് ട്രെയിനർ, സർട്ടിഫൈഡ് NLP പ്രാക്ടീഷണർ. ഇതിനപ്പുറം എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം 3 കവിതാ ബുക്കുകൾ പബ്ലിഷ് ചെയ്തു. 3 കവിതാ സമാഹാരം ഈ പ്രായത്തിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അത് സംസാരിക്കുന്നത് അമേരിക്കയിൽ നിന്ന്, ഫ്ലോറിഡയിൽ നിന്നാണ്. ഒരു റൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നല്ല പുസ്തകം അവതരിപ്പിക്കാൻ പോവുകയാണ്. The book name is All It Takes in a Girl, written by John Acuff, presented by Anuvida Balan. Congratulations, Anu. Carry on. The platform is for you. Thank you. താങ്ക് യു സോ മച്ച് ശങ്കറുണ്ണി സർ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എന്നെ വളരെ മനോഹരമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്ത എൻ്റെ ആദരണീയനായ ഗുരുനാഥനായ ശങ്കറുണ്ണി സാറിന് ഞാൻ നന്ദി പറയുകയാണ്. അദ്ദേഹത്തെ പോലെ ഒരു പ്രഗത്ഭനായ ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശിഷ്യയാവാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ഈ സെഷനിൽ അദ്ദേഹമാണ് എൻ്റെ PD എന്നുള്ളതും എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. രണ്ടാമതായി പോസിറ്റീവ് കമ്മ്യൂണിറ്റി തൃശ്ശൂർ ചാപ്റ്ററിന്റെ വായനോത്സവത്തിൽ ഒരു പുസ്തകം അവതരിപ്പിക്കാനായി എന്നെ ക്ഷണിച്ച പ്രഭാകരൻ സാറിന്, എനിക്കൊരു അവസരം തന്ന പ്രഭാകരൻ സാറിന് ഹൃദയംഗമായ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഏവരെയും വളരെ സ്നേഹപൂർവ്വം എൻ്റെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സെഷനിലേക്ക് കടക്കാം. സെഷനിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആദ്യമായി ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രായത്തില് നമ്മൾ പഠിച്ച ഒരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഒരു കോളേജിലേക്കോ മടങ്ങി പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു അങ്കണത്തിൽ ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള 1-2 ചിന്തകൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സ്ഥാപനത്തിന് വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. പെട്ടെന്ന് നമ്മൾ പഠിച്ച സമയത്ത് ഇല്ലാത്ത സൗകര്യങ്ങളൊക്കെ ഇപ്പൊ വന്നിരിക്കുന്നു. പിന്നെ അന്ന് ഒരു കുഞ്ഞ് കുടിമീശ പൊളിക്കുന്ന പ്രായത്തിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ചെന്നതാണ് ഞാനിപ്പോ സങ്കല്പിച്ചത്. മാറത്തിനീഷ്യസ് കോളേജ് കോതമംഗലം. താങ്ക് യു ഫരീദ് കുഞ്ഞു സർ. സന്തോഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഓക്കെ, താങ്ക് യു സിനേഷ് സർ. അങ്ങനെയുള്ള ഒരു യാത്ര, തന്റെ വിദ്യാലയത്തിലേക്കുള്ള കോളേജിലേക്കുള്ള ഒരു യാത്ര, ആ യാത്രയിൽ എഴുത്തുകാരനുണ്ടായ ചില ചിന്തകൾ, ഈ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പഠനം
ആ പഠനത്തിനെ ബേസ് ചെയ്ത് എഴുതിയ ഒരു പുസ്തകം. ആ പുസ്തകമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഓൾ ഇറ്റ് ടേക്സ് ഇസ് എ ഗോൾ, റിട്ടൺ ബൈ ജോൺ എക്കഫ്. ഞാനൊന്ന് എന്റെ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. കാണുന്നില്ലേ സർ? യെസ്. കാണുന്നുണ്ട്. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു പുസ്തകത്തിന്റെ പേര് ഓൾ ഇറ്റ് ടേക്സ് ഇസ് എ ഗോൾ. എഴുത്തുകാരൻ ജോൺ എക്കഫ്. ജോൺ എക്കഫ് വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലിംഗ് ഓഥർ ആണ്. എഴുത്തു കൂടാതെ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ലീഡർഷിപ്പ് സ്പീക്കർ ആണ്, മോട്ടിവേഷണൽ സ്പീക്കർ ആണ്, ഒരു എന്റർപ്രണർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 9ാമത്തെ പുസ്തകമാണ് ഈ ഓൾ ഇറ്റ് ടേക്സ് ഇസ് എ ഗോൾ. അത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ചതിൽ വെച്ച് ഏറ്റവും പുതിയ പുസ്തകമാണ്. 2023 സെപ്റ്റംബർ 12-ാം തീയതിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത ഇറങ്ങാനായി പോകുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം, ഈ ഒരു പുസ്തകത്തിന്റെ കണ്ടന്റ് തന്നെ ടീനേജ് വേർഷൻ ആയിട്ടാണ് അദ്ദേഹം പുറത്തിറക്കുന്നത്. ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു പുസ്തകം. അദ്ദേഹത്തിന്റെ മറ്റ് പ്രശസ്തമായ പുസ്തകങ്ങൾ സൗണ്ട് ട്രാക്സ്, ഫിനിഷ് എന്നിവയൊക്കെയാണ്. അപ്പോ ഈ ഒരു പുസ്തകത്തെ കുറിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു, അതായത് അദ്ദേഹത്തിന്റെ ഒരു യാത്രയെ കുറിച്ച്. അദ്ദേഹം തന്റെ ഭാര്യയും മകളുമൊത്ത് താൻ പഠിച്ച കോളേജിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു വരാന്തയിൽ അദ്ദേഹം ഇങ്ങനെ നിന്നപ്പോ പല ചിന്തകളും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നുപോയി. ഒരു നിരാശാഭാവമാണ് അദ്ദേഹത്തിനെ കൂടുതലായി ഉലച്ചത്. താൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ പലരും തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വളരെ കഴിവുള്ള ഒരു കുട്ടിയാണെന്ന്. പക്ഷെ ഈ ഒരു മിഡ് 40s ഞാൻ നിൽക്കുമ്പോഴും അത് മുഴുവനായി എനിക്ക് കണ്ടെത്താനോ ഉപയോഗപ്പെടുത്താനോ സാധിച്ചില്ല എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനെ വളരെയേറെ ഉലച്ചു. അങ്ങനെയാണ് അദ്ദേഹം തന്റെ സുഹൃത്ത് ഡോക്ടർ മൈക്ക് പീസ്ലി, അദ്ദേഹം മിഡിൽ ടെന്നസി സർവകലാശാലയിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹവുമായി ചേർന്ന് 3000 ആൾക്കാരുടെ ഒരു റിസർച്ച്, 3000 ആൾക്കാരെ ശേഖരിച്ച് അവരിൽ ഒരു റിസർച്ച് നടത്തുകയാണ്. അവരോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിലാണോ ജീവിക്കുന്നത്? നിങ്ങളുടെ മുഴുവൻ കഴിവുകൾ കണ്ടെത്തി അവ ഉപയോഗിച്ചുകൊണ്ടാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? 4% പേർ മാത്രമാണ് അതെ എന്ന ഉത്തരം നൽകിയത്. 96% ആൾക്കാരും അല്ല എന്ന ഉത്തരം നൽകി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതിൽ 50%-ത്തിൽ ഏറെ ആൾക്കാർ പറഞ്ഞത് അവരുടെ 50%-ത്തോളം കഴിവുകളും അവർ ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നാണ്. അതായത് അവർ പാതി ജീവനോട് കൂടിയാണ് ജീവിക്കുന്നത്. അദ്ദേഹം ഇതിനെ വളരെ മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് നിങ്ങളൊരു ക്രിസ്മസ് ഈവനിങ് സങ്കല്പിച്ചു നോക്കുക. ആ ക്രിസ്മസ് ഈവനിങ്ങിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നിറയെ വ്യത്യസ്തമായ ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ വർണ്ണശബളമായ പൊതികൾ ഇങ്ങനെ പൊതിഞ്ഞു കിടപ്പുണ്ട്. അത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് അടുത്തുണ്ട്, മേശമുകളിലുണ്ട്, കുറച്ചെണ്ണം കോർണറിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള, എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന, കൈയെത്തുന്ന, കാലെത്തുന്ന ദൂരത്തുള്ളവ മാത്രം തുറന്നു നോക്കുകയാണ്. അതിന്റെ ഭംഗി ആസ്വദിക്കുന്നു, അതുകൊണ്ട് കളിക്കുന്നു. നിങ്ങളുടെ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ ഒക്കെ നിങ്ങളോട് പറയുന്നുണ്ട്, നീ അങ്ങോട്ട് നോക്കൂ, അവിടെ കോർണറില് കുറച്ച് നല്ല ഭംഗിയുള്ള ഗിഫ്റ്റുകൾ ഉണ്ട്, നീ അതൊന്ന് തുറന്നു നോക്കണേ എന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മടി കാരണമോ അലംഭാവം കാരണമോ നിങ്ങൾ അത് തുറന്നു നോക്കാൻ പരിശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ക്രിസ്മസ് ഈവനിങ് സന്തോഷഭരിതമായ ഒരു ക്രിസ്മസ് ഈവനിങ് ആയിരിക്കുമോ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ പൊട്ടൻഷ്യലും. നമ്മൾ പൂർണ്ണമായി നമ്മളുടെ കഴിവുകളെ പുറത്തെടുത്തില്ല എങ്കിൽ സന്തോഷഭരിതമായ ഒരു ജീവിതം, ഫുൾഫില്ലിംഗ് ആയ ഒരു കരിയർ, ഊഷ്മളമായ ബന്ധങ്ങൾ, ഇവയൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോ അങ്ങനെ നമ്മളുടെ പൊട്ടൻഷ്യലിനെ ടാപ്പ് ചെയ്യാനുള്ള ചില മാർഗങ്ങളാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ നിർദ്ദേശിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ എന്നൊരു വാക്ക്
ഒരു ഫസ്സി ആയിട്ടുള്ള, ഒരു ബ്ലേഡ് ആയിട്ടുള്ള, കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു വാക്കാണ് എന്ന് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾക്ക് ഒരു ഗോളായി കൺവേർട്ട് ചെയ്യാം. ഓൾ ഇറ്റ് ടേക്സ് ഇസ് എ ഗോൾ, അഥവാ ഓൾ യു നീഡ് ഇസ് എ ഗോൾ. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഒരു ലക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ 4 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണുള്ളത്. ദ ലിസ്റ്റ്, ദ സോൺസ്, ദ ഫ്യൂവൽ, ദ പ്രോമിസ്. നമുക്ക് ആദ്യം ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് പരിചരിച്ച് വന്നിട്ടുള്ള, വായിച്ചു വന്നിട്ടുള്ള പല സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിലും ആദ്യം നിങ്ങൾ കാണുന്ന ഒരു കാര്യമായിരിക്കും മിഷൻ എന്നുള്ളത്. അത് അദ്ദേഹത്തിന് ഒരു കീറാമുട്ടിയായിരുന്നു. നമ്മൾ എത്തിച്ചേരേണ്ട ഇടം ആദ്യമേ കണ്ടെത്തുക. സ്റ്റീഫൻ ആർ കോവിയുടെ ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ബിഗിൻ വിത്ത് എൻ എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ സൈമൺ സിനെക് സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എവിടെയാണോ നിങ്ങൾ എത്തിച്ചേരേണ്ടത് എന്നുള്ളത് ആദ്യമേ കണ്ടെത്തണം എന്നുള്ളത് അദ്ദേഹത്തിന് പ്രയാസമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോ അദ്ദേഹം ഈ ഒരു ഫ്യൂച്ചർ കാണാൻ പ്രയാസമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ റിയർവ്യൂ മിററിലേക്ക് നോക്കുകയാണ്. ജീവിതത്തിന്റെ റിയർവ്യൂ മിററിലേക്ക് അദ്ദേഹം നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാസ്റ്റിനെ അദ്ദേഹം സഹായത്തിനായി വിളിക്കുകയാണ്. അദ്ദേഹം 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ഇനി വരാനിരിക്കുന്ന 20 വർഷങ്ങളിലുള്ള ഏറ്റവും മനോഹരമായ ഒരു ജീവിതത്തെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറയുകയാണ് ഞാൻ നിങ്ങളോട്. രണ്ടാമത്തെ ചോദ്യം, കഴിഞ്ഞ 20 വർഷത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ നിങ്ങളോട് എഴുതാൻ പറയുകയാണ്. ഒന്നാമത്തെ ചോദ്യം എഴുതാനായി, അതൊരു ഫാന്റസിയാണ്. അത് എഴുതാനായി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ട്, അംബീഷ്യസ് ആയിട്ടുള്ള ഒരു മനസ്സ് ആവശ്യമുണ്ട്. എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിനോ, നിങ്ങളൊന്ന് ഓർത്തെടുത്താൽ മതി. ഒരു പേപ്പറും പേനയും എടുത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അതാണ് ലിസ്റ്റിൽ അദ്ദേഹം പറയുന്നത്. ബെസ്റ്റ് മോമെന്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് അദ്ദേഹം വായനക്കാരോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ 20 വർഷത്തിലെ മനോഹരമായ ജീവിത നിമിഷങ്ങൾ എഴുതി വെക്കാനായിട്ട്. ഈ ഒരു പുസ്തകത്തെ കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു സാധാരണ ഒരു സൂക്തങ്ങൾ വായിക്കുന്നത് പോലെ വായിച്ചു പോകേണ്ട ഒരു പുസ്തകമല്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു പുസ്തകമോ പേനയോ എടുത്ത് വെച്ച് ചെയ്തു പോവേണ്ട ആക്ടിവിറ്റി ടൈപ്പ് ബുക്കാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹൈ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് സോഫയുടെ കൗച്ചിൽ ഇരുന്ന് ഇങ്ങനെ കിടന്ന് കാണുന്ന ഒരു എഫക്റ്റീവ് മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ. അവിടെ റിസൾട്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ അതിന്റെ പർപ്പസ് പൂർണ്ണമാവണമെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണം. അങ്ങനെ അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞ 20 വർഷത്തെ ബെസ്റ്റ് മൊമെന്റ് ലിസ്റ്റ് എഴുതാനായിട്ട്. അദ്ദേഹം എഴുതി തുടങ്ങി. 170ഓളം ബെസ്റ്റ് മൊമെന്റ്സ് അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചു. ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു. 130 സംതിങ് എനിക്ക് എഴുതാൻ സാധിച്ചു. അപ്പൊ അതാണ് അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ ബെസ്റ്റ് മൊമെന്റ് ലിസ്റ്റ് എഴുതിയപ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്ത 4 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ദ ലിസ്റ്റ് മേഡ് മീ അമേസിങ്. എനിക്കൊരു അത്ഭുതം തോന്നി. എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ദ ലിസ്റ്റ് മേഡ് മീ ഗ്രേറ്റ്ഫുൾ. ഇത്രയൊക്കെ മനോഹരമായ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്നു എന്ന് ആലോചിക്കുമ്പോൾ അത് എന്നെ കൂടുതൽ നന്ദിയുള്ളവനാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസും ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എഴുതുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം കൂടിയായി അദ്ദേഹം ഇതിനെ നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ഒരു കാര്യം സെൽഫ് അവയർനെസ് ആണ്. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ലിസ്റ്റ് സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷം പകരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ലിസ്റ്റിലൂടെ അദ്ദേഹത്തിന് സഹായിച്ചു. അടുത്ത 4ാമത്തെ കാര്യം മൈൻഡ്ഫുൾനെസ് ആണ്. അതായത് അദ്ദേഹം ഒരു കാര്യം ഈ ലിസ്റ്റിൽ എഴുതിയാൽ അതേപോലത്തെ കാര്യങ്ങള് നാളെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത് എന്റെ ബെസ്റ്റ് മൊമെന്റ് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ഓർത്തുകൊണ്ട് അദ്ദേഹം അത് വീണ്ടും എൻജോയ് ചെയ്ത് അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുമെന്ന് പറയാണ്. ഇപ്പൊ നിങ്ങൾ ചായ കുടിക്കുന്നത് നിങ്ങളുടെ ബെസ്റ്റ് മൊമെന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ നാളെ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ആ ചായ കുടിക്കുന്നത് കുറച്ചുകൂടി അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ആ പ്രസന്റിനെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ അത് ചെയ്യും. അതേപോലെ തന്നെ ഈ ബെസ്റ്റ് മൊമെന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് എന്നും ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം.
അപ്പോ ഈ ഒരു ലിസ്റ്റിൽ നിറക്കാനായിട്ട് ഇന്ന് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആക്റ്റീവായി നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ കൂടി തുടങ്ങും. അങ്ങനെ ഈ ഒരു 4 കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഇതിൽ ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. അടുത്തതായി അദ്ദേഹം പറയുന്നത് ഇതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യകതയാണ്. അതായത് നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിനെ 4 കാറ്റഗറിയാക്കി മാറ്റണം. 4 കാര്യങ്ങൾ ഇത്തരത്തിലാണ്. ഒന്നാമത്തത് എക്സ്പീരിയൻസ്, രണ്ടാമത്തത് അക്കംപ്ലിഷ്മെന്റ്, മൂന്നാമത്തത് റിലേഷൻഷിപ്പ്, നാലാമത്തത് ഒബ്ജക്റ്റ്. അതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം. ഇത് അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ പറയുന്ന ഉദാഹരണമാണ്. അതായത് നിങ്ങളുടെ ബെസ്റ്റ് മൊമെന്റ് ലിസ്റ്റിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഒരു മല കയറാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോ നിങ്ങൾ ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ മല നിങ്ങൾ തനിയെ കയറുകയാണ്. ആ തനിയെ കയറുന്ന ആ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇനി ഈ മല നിങ്ങൾ പലതവണ കയറിയിട്ടുണ്ട്. ഈ തവണ കയറുന്നത് ഇതുവരെ നിങ്ങൾ കയറിയതിൽ നിന്ന് വെച്ച് ഏറ്റവും കൂടുതൽ വേഗതയിലാണ്. അതിനെ നിങ്ങൾക്ക് അക്കംപ്ലിഷ്മെന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാറ്റഗറി, ഈ മല നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ആണ് നിങ്ങൾ എൻജോയ് ചെയ്ത് കയറുന്നതെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇനി നാലാമത്തെ കാറ്റഗറി, ഈ മല കയറി നിങ്ങൾ അതിന്റെ മുകളിലെത്തി നിങ്ങളുടെ ഓർമ്മക്കായി അവിടുന്ന് ഒരു കല്ലോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഒരു പൂവോ ഒരു ഇലയോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇതാണ് ഇതിൽ ചെയ്യേണ്ട രണ്ടാമത്തെ ടാസ്ക്. അപ്പൊ ഈ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല ബെസ്റ്റ് മൊമെന്റ്സ്, അതിന്റെ സൈഡിൽ ഒരു വര ഇട്ടിട്ട് അക്കംപ്ലിഷ്മെന്റ് ആണെങ്കിൽ A എന്നും റിലേഷൻഷിപ്പ് ആണെങ്കിൽ R എന്നും ഇങ്ങനെ നിങ്ങൾ റൗണ്ട് ചെയ്ത് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ഇത് കൗണ്ട് ചെയ്യാം. എത്ര അക്കംപ്ലിഷ്മെന്റ്സ് ഉണ്ട്, എത്ര റിലേഷൻഷിപ്പ് ഉണ്ട്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര ഒബ്ജക്റ്റ് ഉണ്ട്. ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ വന്നത് അക്കംപ്ലിഷ്മെന്റ്സ് ആണ്. അതായത് ഒരു കാര്യം ചെയ്യണമെന്ന് താൻ മനസ്സിൽ ഉറപ്പിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് അത് നേടിയെടുക്കുമ്പോൾ ആ ഒരു വിജയത്തിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രദാനം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത് ഈ വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം, റിലേഷൻഷിപ്പ് അദ്ദേഹത്തിന് മൂന്നാമതായിട്ടാണ് വന്നത്. അപ്പോ താൻ ഒരു ഇൻട്രോവേർട്ട് ആണ്, ആൾക്കാർ തന്നെ സ്വാധീനിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്റെ ബെസ്റ്റ് മൊമെന്റ് ലിസ്റ്റില് രണ്ടാമതായി വന്നത് റിലേഷൻഷിപ്പ് ആണ്. ഒന്നാമത് അക്കംപ്ലിഷ്മെന്റ് തന്നെയാണ്, രണ്ടാമത് വന്നത് റിലേഷൻഷിപ്പ് ആണ്. അപ്പോ ആൾക്കാർ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, നിങ്ങളും എഴുതി നോക്കൂ, നിങ്ങളുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് വരുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ബെസ്റ്റ് മൊമെന്റ് ലിസ്റ്റിൽ ഏറ്റവും കുറവ് വരുന്നത്. അപ്പോ ഈ നിങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഈ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം തരാൻ കഴിയില്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ സാധനങ്ങളുടെ പിറകെ പായുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കണ്ടെത്തൽ അദ്ദേഹം പറഞ്ഞത്, താൻ സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം 1 മണിക്കൂർ ചെലവഴിക്കും, ഒരാഴ്ച 7 മണിക്കൂർ. ആ സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ച സമയത്തുള്ള ഒരു റീൽ പോലുമോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പോലുമോ ഈ ബെസ്റ്റ് മൊമെന്റ് ലിസ്റ്റിൽ വന്നിട്ടില്ല. അപ്പോ എന്തിനു വേണ്ടിയാണ് താൻ 7 മണിക്കൂറോളം ഒരാഴ്ച ഇതിനായി പാഴാക്കി കളയുന്നത് എന്നും അദ്ദേഹം ഇതിന്റെ കൂടെ ചോദിച്ചു വെക്കുകയാണ്. ഈ ഒരു പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഈ ചാപ്റ്ററിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, യു ആർ നോട്ട് എൻ ഏക്കോൺ. ഏക്കോൺ എന്ന് പറയുന്നത് ഓക്ക് വൃക്ഷത്തിന്റെ കായയാണ്. ഈ ഒരു ചെറിയ കായക്കുള്ളിൽ നിന്നാണ് വളരെ വലിയ ഒരു വൃക്ഷമായ ഓക്ക് മരം ഉണ്ടാവുന്നത്. ഈ ഒരു കായ, ഒരു 100ഓളം കായകൾ നിങ്ങൾ ഇങ്ങനെ എറിയുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ഓക്ക് മരത്തിന്റെ ഒരു കാട് സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. പക്ഷേ യു ആർ നോട്ട് എൻ ഏക്കോൺ. ഈ ഓക്ക് വൃക്ഷത്തിന്റെ കായക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് 2 മാസം മുതൽ 1 വർഷം വരെയുള്ള സമയത്ത് കൃത്യമായ വെള്ളമോ അല്ലെങ്കിൽ അത് വളരാൻ ആവശ്യമായ സാഹചര്യമോ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ആ പൊട്ടൻഷ്യൽ ഇല്ലാതായി പോകും.
പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ മാസീവ് പൊട്ടൻഷ്യൽ ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അത് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷെ എന്നു മുതലാണോ നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്, അന്നു മുതൽ അതിൽ നിന്നുള്ള വൃക്ഷം വളർന്ന് വലുതാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വളർന്ന് ഒരു കാടായി മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യു ആർ ഓൾവേസ് വൺ ഡേ അവേ ഫ്രം സ്റ്റാർട്ടിങ് എ ന്യൂ ഫോറസ്റ്റ്. ഒരു വലിയ കാട് ഉണ്ടാക്കാനായിട്ടുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ശക്തി ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്തതായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം സോൺസ് ആണ്. അദ്ദേഹം പരിചയപ്പെടുത്താൻ പോകുന്നത് സോൺസിനെയാണ്. 3 സോണുകളാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ സോൺ കംഫർട്ട് സോൺ, രണ്ടാമത്തെ സോൺ പൊട്ടൻഷ്യൽ സോൺ, മൂന്നാമത്തെ സോൺ കയോസ് സോൺ. അപ്പൊ നിങ്ങൾ ഇതിലെ പല പദങ്ങളും കേട്ടിട്ടുള്ള പദങ്ങളായിരിക്കും. അപ്പൊ അതില് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ദൈനംദിനതയിൽ ഇങ്ങനെ വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ ഇങ്ങനെ പോവുകയാണ്. അവിടെ നിങ്ങൾ മാറ്റങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. നിങ്ങൾക്ക് ചെറിയ നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ തക്കതായിട്ടുള്ള ഒരു വേതനമുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് ഇങ്ങനെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനെയാണ് അദ്ദേഹം കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഈ ഒരു സോണിനെ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഇടയ്ക്കിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സോണാണിത്. പക്ഷെ അവിടെ പെർമനന്റ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ടെറിബിൾ ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള സോൺ പരിചയപ്പെടുത്തുന്നത് കയോ സോൺ ആണ്. അത് മൂന്നാമതാണ് എഴുതിയതെങ്കിലും രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത് കയോ സോൺ ആണ്. അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു പോഡ്കാസ്റ്റ് കേട്ടു, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഫുള്ളി മോട്ടിവേറ്റഡ് ആയി നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് കുറക്കും, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് നല്ല രീതിയിൽ പെരുമാറും, അല്ലെങ്കിൽ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറും, ഞാൻ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് പഠിക്കും, അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ഒരു 10-12 കാര്യങ്ങൾ ഒരു സാറ്റർഡേ ഇരുന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഇനി അടുത്തുള്ള എൻ്റെ ആഴ്ചയിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ളത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു കാര്യം പോലും പൂർണ്ണമായും ചെയ്യാൻ സാധിക്കാതെ വരികയും അവസാനം നിങ്ങൾ നിരാശയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. ഇതിനെയാണ് അദ്ദേഹം കയോസ് സോൺ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ രണ്ടിനും ഇടയിലുള്ള ഒരു സോൺ ഉണ്ട്, അതാണ് പൊട്ടൻഷ്യൽ സോൺ. അതിനെ അദ്ദേഹം ഗോൾഡിലോക്ക് സോൺ എന്നാണ് പറയുന്നത്. ഈ ഒരു സോണിൽ അദ്ദേഹം പറയുന്നത് ഇളം ചൂടുള്ള ഒരു സോണാണിത്. അതായത് വളരെ കഠിനമായ ചൂടില്ല, എന്നാൽ തീരെ തണുപ്പല്ല. അപ്പൊ ഇതിന്റെ നടുവിൽ വരുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സോണാണ് പൊട്ടൻഷ്യൽ സോൺ. എക്സ്ക്യൂസ് മീ. അപ്പൊ നമുക്ക് നോക്കാം. ഈ അടുത്തതായി അദ്ദേഹം പറയുന്നത് ഈ സോണുകളെ പറ്റി, അതായത് ഈ 3 സോണുകളെ പറ്റി കൃത്യമായി അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സോണുകളുടെ കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ നമ്മളുടെ സമയപരിധി വിട്ടുപോകും എന്നുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബിഗ് ഗെയിം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് അദ്ദേഹം അതിന് ഒരു 5 കാറ്റഗറി തന്നിട്ടുണ്ട്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് കരിയർ സെലക്ട് ചെയ്യാം, ഫിനാൻസ് സെലക്ട് ചെയ്യാം, റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്യാം, ഹെൽത്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫണ്ട് സെലക്ട് ചെയ്യാം. ഈ ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആദ്യത്തെ 4 കാറ്റഗറിയിൽ പെടാത്ത എന്തിനേയും ഫണ്ണായിട്ട് കണക്കാക്കാം. ഒരു പുതിയ പുസ്തകം വായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കുന്നത്, എവിടേക്കെങ്കിലും യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഫണ്ണിൽ കാറ്റഗറൈസ് ചെയ്യാം. കരിയറിൽ നിങ്ങൾ ഇപ്പോ ഇരുന്നുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ നിന്നൊരു മാറ്റം മറ്റേതെങ്കിലും ഒരു മേഖലയിലേക്ക് മാറണം എന്നുള്ളത് കരിയർ ഗോളായി സെറ്റ് ചെയ്യാം. ഫിനാൻസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു കടമുണ്ട്, ആ ഒരു കടം തീർക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഫിനാൻസ് ഗോളായി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര നിക്ഷേപം ഉണ്ടാവണം എന്നുള്ളത് ഫിനാൻസ് ഗോളായി സെറ്റ് ചെയ്യാം. റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ ഊഷ്മളത കൊണ്ടുവരണം എന്നുള്ളത് റിലേഷൻഷിപ്പ് ഗോളായി സെറ്റ് ചെയ്യാം. ഹെൽത്ത്,
നിങ്ങൾക്ക് വെയിറ്റ് കുറക്കണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമോ? ഈ ഒരു 5 കാറ്റഗറിയിൽ നിങ്ങൾ വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം പിക്ക് ചെയ്യാം. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് 1 or 2 പിക്ക് ചെയ്യാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച്. ഈ ഒരു ഗെയിം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ഷൻസ് എഴുതി വെക്കുകയാണ്. അതായത് ഇതിനായി എന്ത് ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഇതിനൊന്ന് പൊളിച്ചെഴുതുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഗെയിം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിൻ എന്താണെന്നുള്ളത് എഴുതി വെക്കുക. അതായത് ഈ കളി നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് എഴുതി വെക്കാൻ. അതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ ഒരു ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാനാണ് ഈ ലക്ഷ്യങ്ങളെ അദ്ദേഹം പറയുന്നത്. ഒരു ഗെയിമായി കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ടെൻഷൻ കുറയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗെയിം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഗെയിംസ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനെ ഈസി ആക്കുന്നത് എന്നുള്ളത്. എന്റെ മകൻ 1ാം ക്ലാസ്സിൽ ഇവിടെ ആദ്യം നമ്മൾ നിന്ന സ്ഥലം ന്യൂജേഴ്സി ആയിരുന്നു. അവിടെ ഒരു സ്കൂളിൽ ചേർത്ത സമയത്ത് അവൻ ഹോംവർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എത്ര ഇരുത്തിയാലും അവന് ഹോംവർക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. ഇപ്പൊ നമ്മൾ ഫ്ലോറിഡയിലാണുള്ളത്. അപ്പൊ അവിടെ അവന് 1ാം ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്കൂളില്, നേപ്പിൾസ് പാർക്ക് എലിമെന്ററി സ്കൂളില്, അവിടുത്തെ ഡാന ഹെൻറി എന്നാണ് സ്കൂൾ 1ാം ക്ലാസ്സിലെ ടീച്ചറെ പേര്. അപ്പൊ അവര് കൊണ്ടുവന്ന ഒരു സിസ്റ്റം ആണ് ഒരു ചെറിയ ഒരു ടോക്കൺ പോലെ ഒരു സാധനം. അതിനെ ഫിൻടാസ്റ്റിക് എന്നാണ് പറയുക. അപ്പൊ അവർ ഓരോ ദിവസവും ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്താൽ, അതേപോലെ അവരുടെ ക്ലാസ് റൂമുകളില് ഫ്രണ്ട്സിനെ സഹായിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ തൂവാതെ ഭക്ഷണം കഴിച്ചാൽ, അവരെ ബസ്സിൽ കയറുന്ന സമയത്ത് ലൈൻ നിന്ന് ക്യൂ നിന്ന് ബസ് കയറിയാൽ ഒക്കെ ഇവർക്ക് ഫിൻടാസ്റ്റിക്സ് കിട്ടും. ഇത് കാണുമ്പോൾ എനിക്ക് പണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ ഭക്ഷണത്തിന് തരുന്ന ടോക്കൺ ആണ് ഓർമ്മ വരിക. അപ്പൊ അതുപോലെ ചെറിയൊരു പേപ്പറിന്റെ ടോക്കൺ ആണ്. ഇത് ഇവർക്ക് സൂക്ഷിക്കാനായിട്ട് ഒരു പേഴ്സ്, ആ പേഴ്സിൽ ഇവരുടെ പേരിങ്ങനെ മാർക്കർ കൊണ്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് ഇവരൊരു മണി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, പണമായിട്ട്. അപ്പൊ അത് ഇവര് ഈ 5 ദിവസത്തെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫൺ ഫ്രൈഡേ അലോ ചെയ്യും. അതായത് അവർക്ക് അവരുടെ സ്കൂൾ സ്റ്റോറിൽ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് ഈ ടോക്കൺ വെച്ചിട്ട് വാങ്ങിക്കാൻ സാധിക്കും. അപ്പൊ ഇത്ര ടോക്കൺ കൊടുത്താൽ അവർക്ക് ഒരു ടോയ് കിട്ടും. അപ്പൊ ഈ ഒരു ചെറിയ ടോയ് ആണ് കേട്ടോ, വലിയ ടോയ് ഒന്നും അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, ചെറിയ ടോയ് ആണ്. എങ്കിലും ഈ ഫൺ ഫ്രൈഡേക്കുള്ള കാത്തിരിപ്പും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും എന്റെ മകൻ എല്ലാ ദിവസവും 8 മണിയാകുമ്പോൾ വന്നിട്ട് പറയും, അമ്മ നമുക്ക് ഹോംവർക്ക് ചെയ്യാം. അത് എങ്ങനെയാണ് ഒരു ഗെയിം ആയിട്ട് നിങ്ങൾ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കോംപ്ലക്സിറ്റീസ് ഇല്ലാതാവുന്നത് എന്നുള്ളതിന് ഒരു മികച്ച ഉദാഹരണമായി എനിക്ക് തോന്നി എന്നുള്ളതാണ്. അടുത്തതായി അദ്ദേഹം പറയുന്നത്, ഇതിലുള്ള ഒന്ന് നിങ്ങൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് 3 ടൈപ്പ് ഗോളുകളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തേത് ഈസി ഗോൾ ആണ്, രണ്ടാമത്തേത് മിഡിൽ ഗോൾ ആണ്, മൂന്നാമത്തേത് ഗ്യാരണ്ടീഡ് ഗോൾ ആണ്. ഇവിടെ ഒരു ഏണി കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഏണി പോലെയാണ് അദ്ദേഹം ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഏണിയിലെ ഏറ്റവും താഴെ നിന്ന് നിങ്ങൾ ഏറ്റവും മുകളിലേക്ക് കയറാനായി നടുവിൽ ചവിട്ടുപടികൾ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഓരോ ചവിട്ടുപടി കയറിയിട്ടാണ് നമ്മൾ ഏറ്റവും മുകളിലെത്തുന്നത്. അതേപോലെ തന്നെ ഇതിനെ ഒരു 3 ചവിട്ടുപടികളിലെ ഒരു ഏണിയായിട്ട് കണക്കാക്കാൻ പറയുകയാണ്. നിങ്ങൾ എന്ത് കാര്യവും തുടങ്ങുന്നതിന് മുന്നേ അതിനെ ഒരു ഈസി ഗോളില് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഈസി ഗോൾ എന്ന് പറയുന്നത് നിങ്ങളെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. ഈ ഒരു ഈസി ഗോളിന് നിങ്ങൾ ഒരാഴ്ചയിൽ 2 മണിക്കൂറെങ്കിലും ചിലവാക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പാടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മണി നിങ്ങൾക്ക് പലപ്പോഴും ഇത് ഇമോഷണൽ ബാഗേജ് ആവും, അത് നിങ്ങൾ തുടർന്ന് കൊണ്ടുപോയില്ല ഉണ്ടെങ്കിൽ. അപ്പൊ ഒരു 2 മണിക്കൂർ സമയം ഒരാഴ്ച മൊത്തമായിട്ടാണ് 2 മണിക്കൂർ പറയുന്നത്, അതിനു വേണ്ടി മാറ്റിവെക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോ അതിന്റെ ആദ്യ പടിയായി നിങ്ങൾ ചിന്തിക്കുകയാണ് ഒരു ജിമ്മിൽ പോകണം എന്നുള്ളത്. അതിനായി
നിങ്ങൾ ആദ്യം എത്ര വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ മനസ്സിൽ കൊണ്ടുവരണം. അതേപോലെ ഈ അടുത്തുള്ള ജിമ്മിന്റെ കോണ്ടാക്ട് ലിസ്റ്റ് തപ്പിപ്പിടിക്കണം. അപ്പൊ അവിടെ പോകണം, അവരെ മീറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ആ ഒരു ഈസി ഗോളായിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി പറയും. അതിന് പരമാവധി ഒരാഴ്ചയാണ് ഡ്യൂറേഷൻ പറയുന്നത്. 7 days ആണ് പരമാവധി ഡ്യൂറേഷൻ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഈസി ഗോള് കഴിഞ്ഞാല് നിങ്ങൾ വെയിറ്റ് റിഡക്ഷൻ നിങ്ങളൊരു 15 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ എക്സസൈസിന് വേണ്ടി നീക്കി വെക്കും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അപ്പൊ അത് 1 മാസം അല്ലെ 1 വർഷം ചെയ്യാമെന്ന് ആദ്യമേ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കത് അക്കംപ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിനെ ചെറിയ ചെറിയ ബ്ലോക്കുകളാക്കാം ഓരോ ആഴ്ചയിലുള്ള. ഈ ആഴ്ച ഞാൻ 15 മിനിറ്റ് ഓരോ ദിവസവും എക്സസൈസ് ചെയ്യും. അപ്പൊ അതിനെ മനസ്സിലാക്കാനായി ഒരു ചെറിയ ഒരു സ്റ്റിക്കി നോട്ടിലോ മറ്റോ 7 കളങ്ങൾ വരച്ച് നിങ്ങൾ ഏറ്റവും പരിചിതമായ ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെച്ച് അതിനെ ക്രോസ് മാർക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരാഴ്ച കംപ്ലീറ്റ് ആയാൽ അടുത്ത ബ്ലോക്ക്, അടുത്ത ഒരാഴ്ച, അങ്ങനെ ഒരു 3-4 ആഴ്ചകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഈസി ഗോള് അക്കംപ്ലിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മിഡിൽ ഗോളിലേക്ക് കടക്കുക. മിഡിൽ ഗോള് 30 ദിവസം മുതൽ 90 ദിവസം വരെയാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതായത് 1 മാസം മുതൽ 3 മാസം വരെ. അപ്പൊ അതിന് അടുത്തൊരു ലെവലാണ് ഈസി ഗോളിന്റെ അടുത്തൊരു ലെവൽ. അവിടെ നിങ്ങൾ 5 മണിക്കൂർ വരെ ഒരാഴ്ച ഈ ഗോളിനായി ചെലവഴിക്കണം. ഇനി ഈ ഒരു മിഡിൽ ഗോൾസ്, മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, മിഡിൽ ഗോളിൽ നിങ്ങളിപ്പം അദ്ദേഹം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അപ്പൊ എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ ഈ എഴുതാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ എഴുത്ത് എല്ലാ ദിവസവും നടന്നില്ലെങ്കിലും ഈ മിഡിൽ ഗോളിൽ വരുന്ന സമയത്ത് ആ എഴുത്തിനെ സംബന്ധിക്കുന്ന എന്തും നമുക്ക് ഈ മിഡിൽ ഗോളിൽ ചേർക്കാം. അതായത് അദ്ദേഹം എഴുതിയ കണ്ടന്റ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ പുതിയ എഴുതാൻ ആവശ്യമായ എന്തെങ്കിലും പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നത്, ഇതൊക്കെ ഈ ഗോളിലേക്ക് ആഡ് ചെയ്ത് വരുന്ന കാര്യമാണ്. അവിടെ എഴുതണം എന്ന് തന്നെ നിർബന്ധമില്ല, ഫ്ലെക്സിബിൾ ആവാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ദിവസം നിങ്ങൾക്ക് മിസ്സായി പോയാല് അത് വിട്ട് കളയാൻ പാടില്ല. വീണ്ടും അത് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമവും ഈ മിഡിൽ ഗോളിന്റെ സമയത്ത് ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ഗോളാണ് ഗ്യാരണ്ടീഡ് ഗോള്. ഗ്യാരണ്ടീഡ് ഗോളിന്റെ ഡ്യൂറേഷൻ വരുന്നത് 30 ദിവസം മുതൽ 1 വർഷം വരെയാണ്. ഈ മിഡിൽ ഗോൾസ് കൃത്യമായി പൂർത്തിയാക്കാൻ സാധിച്ചാലാണ് അതിന് അടുത്ത ലെവലായ ഗ്യാരണ്ടീഡ് ഗോളിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ഈസി ഗോൾസും ഈ മിഡിൽ ഗോളിലേക്കും ഈ ഒരു ഗ്യാരണ്ടീഡ് ഗോളിലേക്കും കൺവേർട്ട് ചെയ്യണം എന്നില്ല കേട്ടോ. അതായത് നിങ്ങളുടെ വീട്ടില് കേടായി കിടക്കുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോ പൊട്ടിയ ബൾബാവാം, അല്ലെങ്കിൽ പൊട്ടിക്കിടക്കുന്ന സാനിറ്റൈസറോ, എന്തെങ്കിലും കാര്യങ്ങള് നിങ്ങൾക്ക് മാറ്റണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഒരു ഗോളായി സെറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരാഴ്ചയില് ഞാൻ ഇതൊക്കെ ക്ലിയർ ചെയ്യും എന്നൊരു ഗോള് സെറ്റ് ചെയ്യാം. അത് അടുത്തൊരു ലെവലിലേക്ക് പോകേണ്ട ഗോൾ അല്ല, ഇതൊരു ഈസി ഗോൾ മാത്രമായി അവശേഷിക്കുന്ന ഗോളാണ്. അപ്പൊ എല്ലാ ഈസി ഗോൾസും മിഡിൽ ഗോൾസ് ആയി കൺവേർട്ട് ചെയ്യണമെന്നില്ല, എല്ലാ മിഡിൽ ഗോൾസും ഗ്യാരണ്ടീഡ് ഗോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഗോളുകൾ ആദ്യം തുടങ്ങേണ്ടത് ഈസി ഗോളിൽ നിന്നാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടുത്ത ഒരു ഈ ഒരു സോണിന്റെ കാര്യം തന്നെ അദ്ദേഹം മനോഹരമായ ഒരു കഥയിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് ഏവർക്കും പരിചിതമായ ഒരു കഥയാണ് ആമയുടെയും മുയലിന്റെയും കഥ. അപ്പൊ ആമയും മുയലും പന്തയം വെക്കുകയാണ്. സൈറൻ അടിച്ച പാടെ മുയൽ എന്ത് ചെയ്യുന്നു? ശരം വിട്ട പോലെ ഒറ്റ ഓട്ടം ഓടുകയാണ്. അപ്പൊ മുയൽ എന്ന് പറയുന്നത് ഒരു കയോ സോണിന്റെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ആദ്യത്തെ സോണായ കംഫർട്ട് സോണിന്റെ ഒരു ഉദാഹരണമാണ്. മുയൽ ഒറ്റ ശരം വിട്ട പോലെ ഓടി പിറകോട്ട് തിരിഞ്ഞു നോക്കി ആമ വരുന്നില്ല എന്ന് കണ്ടപ്പോ അവിടെ കിടന്ന് ഉറങ്ങി. അപ്പൊ ഈ സ്പ്രിന്റ് ചെയ്യുക എന്നുള്ളത് കയോ സോൺ ആണ്, ഈ കിടന്നുറങ്ങുക എന്നുള്ളത് നമ്മളുടെ കംഫർട്ട് സോൺ ആണ്. ഈ ആമയോ സൈറൻ അടിച്ചത് മുതൽ വളരെ പതുക്കെയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ പൊട്ടൻഷ്യൽ സോണിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം വിജയം കൈവരിക്കുന്നു. അപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ സോണിൽ നിന്നാൽ മാത്രമേ നമ്മളുടെ വലിയ വലിയ ഗോളുകൾ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഒരു കഥ പറഞ്ഞുകൊണ്ട്. അടുത്തതായി അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ദ ഫ്യൂവൽ. ഈ ഫ്യൂവലിന്റെ ഉദാഹരണത്തിന്റെ കൂടെ ഇവിടെ ഒരു ചിത്രം, റോക്കറ്റിന്റെ ചിത്രം വച്ചിരിക്കുന്നത് അദ്ദേഹം ഈ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഫ്യൂവലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എക്സ്ക്യൂസ് മീ.
അതായത് അദ്ദേഹത്തിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഭയമായിരുന്നു. പലപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും ഫ്യൂവൽ ഭയമായിരിക്കും, ചിലരുടെയെങ്കിലും. എന്റേത് ആദ്യമൊക്കെ വളരെ വലിയ ഭയമായിരുന്നു. ഒരു സെഷൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനോട് അടുപ്പിച്ച് നിൽക്കുന്ന സമയം, അതിന്റെ കഴുത്തറ്റം വരെ എത്തി നിൽക്കുന്ന സമയം വരെ ലൂസ് ആക്കി കളിക്കും. അടുത്ത് നിൽക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും, ഭയങ്കര പേടിയാവും. അപ്പൊ ഈ പേടിയിലാണ് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ഫ്യൂവൽ അല്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഇങ്ങനെ ഒരു പേടി, ക്രൈസിസ് കൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ലോങ് റണ്ണിൽ ഗുണം ചെയ്യുകയില്ല. ഈ ഭയത്തോടു കൂടി കാര്യങ്ങളെ നേരിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങിയെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഇതിനെ അദ്ദേഹം ഒരു റോക്കറ്റുമായി ഉപമിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഈ റോക്കറ്റ് ഇഗ്നൈറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം യൂസ് ചെയ്യുന്നത് സോളിഡ് പ്രൊപ്പലന്റ് ആണ്. ഈ സോളിഡ് പ്രൊപ്പലന്റിന്റെ ഒരു കാര്യം, ഇത് കത്തി തുടങ്ങിയാൽ പിന്നെ നിൽക്കില്ല. ഇത് മുഴുവനായി കത്തി താഴേക്ക്, ഈ ഒരു ബഹിരാകാശത്ത് എത്തുന്നതിന് മുന്നേ ഇത് താഴേക്ക് പതിക്കും. ഈ പതിച്ചതിന് ശേഷം മുന്നോട്ട് പോകുന്നത് ലിക്വിഡ് പ്രൊപ്പലൻസ് യൂസ് ചെയ്തിട്ടാണ്. ഈ സോളിഡ് പ്രൊപ്പലൻസിന്റെ വേഗത, തീക്ഷ്ണത നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ലിക്വിഡ് പ്രൊപ്പലൻസിന്റെ വേഗതയും തീക്ഷ്ണതയും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അപ്പോ ഫിയർ എന്ന് പറയുന്നത്, ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു സോളിഡ് പ്രൊപ്പലന്റ് ആണ്. അത് നിങ്ങൾക്ക് ലോങ് റണ്ണിൽ ഗുണം ചെയ്യുകയില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ എന്താണ് ലിക്വിഡ് പ്രൊപ്പലൻസ് എന്നുകൂടി, അതായത് ലോങ് ടേമിൽ പൊട്ടൻഷ്യൽ സോണിൽ നിങ്ങളെ നിൽക്കാനായി സഹായിക്കുന്ന 4 ഫ്യൂൽസ് അദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവ ഇതൊക്കെയാണ്. ഒന്നാമത്തത് ഇമ്പാക്റ്റ് ആണ്, രണ്ടാമത്തത് ക്രാഫ്റ്റ്, മൂന്നാമത്തത് കമ്മ്യൂണിറ്റി, നാലാമത്തത് സ്റ്റോറീസ്. അപ്പൊ ഇത് ചെറിയ രീതിയിൽ ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇമ്പാക്ട്. ഇപ്പൊ വാറൻ ബഫറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഇൻവെസ്റ്റർ ആണ്, ഒരു ബിസിനസ്മാൻ ആണ്. ലോകത്തിലെ മികച്ച വലിയ കോടീശ്വരന്മാരിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഈ കാര്യം ചെയ്യുന്നത് പണത്തിന് വേണ്ടി മാത്രമല്ല. അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ 99% ധനവും ഫിലാന്ത്രോഫിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് അത് മറ്റ് ജീവിതങ്ങളെ ഇമ്പാക്ട് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ കഴിവ് ഇമ്പാക്ട് ചെയ്യാണ്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഫ്യൂവൽ. ഞാനൊരു സെഷൻ എടുത്താൽ അത് കേട്ട് ഈ കേൾക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ഞാൻ കേട്ടതിൽ 1-2 കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കണം എന്റെ ഫ്യൂവൽ. ഭയമാവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം ക്രാഫ്റ്റ്. അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, അതിനൊരു ക്രാഫ്റ്റ്, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ പുതിയ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനും പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാനുമുള്ള ആ ഒരു നിങ്ങളുടെ ഒരു ത്വര, ആ ഒരു ക്രാഫ്റ്റിലാണ് നിങ്ങൾ ആ ഫ്യൂവൽ കണ്ടെത്തേണ്ടത്. മൂന്നാമത്തെ കാര്യം കമ്മ്യൂണിറ്റി ആണ്. നിങ്ങളുടെ ബെസ്റ്റ് മൊമെന്റ് ലിസ്റ്റ് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്തപ്പോൾ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് പീപ്പിൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ കമ്മ്യൂണിറ്റിയെ നിങ്ങൾക്ക് ഫ്യൂവലാക്കി മാറ്റും. അദ്ദേഹം അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ശനിയാഴ്ചകളിൽ ഓടാൻ മടിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കൂടെ ഒരു ഗ്രൂപ്പ് രൂപം കൊള്ളുകയാണ്. അങ്ങനെ ഈ ഗ്രൂപ്പിലെ ഒരു വ്യക്തി രാവിലെ 6:50 ആകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഡോറിന് വന്ന് മുട്ടും ഓടാനായിട്ട്. അപ്പൊ അദ്ദേഹം ഫ്രഷ് ആയി ഓടേണ്ട ഡ്രസ്സ് ഇട്ട് ഇവർ രണ്ടുപേരും കൂടി ഓടും. അവരെ അടുത്ത വീട്ടിലെ സുഹൃത്തിനെ വിളിക്കും. ഇങ്ങനെ 1 മണിക്കൂർ ഓടി വന്ന് അദ്ദേഹം വളരെ സന്തോഷവാനായി വീട്ടിലേക്ക് കയറി വരികയാണ് 1 മണിക്കൂറിന് ശേഷം. അതായത് നിങ്ങൾ ആൾക്കാരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കമ്മ്യൂണിറ്റി നിങ്ങൾക്കൊരു ഫ്യൂവലായി ഉപയോഗിക്കാം. കമ്മ്യൂണിറ്റി ഫ്യൂവലായി ഉപയോഗിച്ച എന്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യും. എക്സ്ക്യൂസ് മീ. അപ്പോ കവിത എഴുതുക എന്നുള്ളത് എന്റെ വളരെ വലിയ ഒരു ആഗ്രഹമാണ്. അടുത്ത ഒരു പുസ്തകം 1 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് എന്റെ ഒരു മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ്. അതിനായി എനിക്ക് ചെയ്യേണ്ടത് കവിത എഴുതുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളുടെ തിരക്കിനിടയിൽ ഒരു നമ്മുടെ ജീവിത തിരക്കിനിടയിൽ അതിനായി സമയം മാറ്റിവെക്കാൻ വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു സമയത്ത് ടോട്ട്സ് 31st ബാച്ചിലെ മറ്റൊരു കവിയായ സുശീൽ സർ
ഒരു പ്രതിദിന കവിത എന്ന ഒരു ആശയവുമായി മുന്നോട്ട് വരികയാണ്. അദ്ദേഹം പ്രതിദിന കവിതകൾ 100 ദിവസം അക്കംപ്ലിഷ് ചെയ്തു. 100 ദിവസം അദ്ദേഹം കവിതകൾ എഴുതി. അപ്പൊ അന്നത്തെ ഒരു ദിവസം എന്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് കവിതകൾ എഴുതുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങിയാലോ എന്ന്. അങ്ങനെ തോട്ട്സ് 31st ബാച്ചിലെ 3 കവികൾ, ഒന്ന് സുശീൽ സർ, ഒന്ന് ഞാൻ, ഒന്ന് സലിജ വിനോദ് മാം, നമ്മൾ 3 പേരും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയാണ്, കവിതക്കൂട് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഓരോ ദിവസവും നമ്മൾ ഓരോ കവിതകൾ എഴുതി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഏപ്രിൽ 19-ാം തീയതി ആരംഭിച്ച ആ കവിത ഗ്രൂപ്പ് ഇന്ന് വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 80 കവിതകളോളം എനിക്ക് എഴുതാൻ സാധിച്ചു. എന്നെക്കാളും 100 കവിതകൾ എഴുതി എന്റെ ഇൻസ്പിറേഷനായി മാറിയ സുശീൽ സാറ് ഒരു വിളക്കായി നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ സലിജ മാഡവും ദിവസം കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഫ്യൂവലായി മാറുന്നത് എന്നാണ് ഞാൻ ഈ ഉദാഹരണത്തിലൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചത്. 4-മതായി പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഒരു സ്റ്റോറീസ്, അതായത് ഒരു ഒബ്ജക്റ്റ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു കഥ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്യൂവലായി ഉപയോഗിക്കാം. അതായത് നിങ്ങളെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്ന ഒരു സാധനം, അത് നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഫ്യൂവലായി ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് കിട്ടിയ ഒരു സമ്മാനമായിരിക്കും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ, ഒരു മെഡൽ കാണുമ്പോൾ അത് നിങ്ങളെ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന, ഒരു ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ഘടകമാണെങ്കിൽ അതിനെ നിങ്ങൾക്കൊരു ഫ്യൂവലായി യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഭയത്തെ നിങ്ങളുടെ ഫ്യൂവലിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായി നിങ്ങളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന ഒബ്ജക്റ്റുകളോ, അല്ലെങ്കിൽ നിങ്ങളെ വളരാൻ സഹായിക്കുന്ന കമ്മ്യൂണിറ്റിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന അതിന്റെ ഒരു ക്രാഫ്റ്റോ, അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്ന ഒരു സമൂഹമോ, ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ഫ്യൂവൽ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാപ്റ്ററിലൂടെ. അവസാനത്തെ ചാപ്റ്റർ ദ പ്രോമിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. പ്രോമിസ് എന്ന ചാപ്റ്ററിൽ അദ്ദേഹം കൃത്യമായി ഗ്യാരണ്ടീഡ് ഗോളുകളെ കുറിച്ച് കൃത്യമായി വിവരിക്കുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഒരു കാര്യം മാത്രം ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, സ്കോർ കാർഡുകളുടെ ആവശ്യകത. നിങ്ങൾ എന്ത് ഗോള് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ വിഷ്വൽ ആയിട്ടുള്ള ഒരു സ്കോർ കാർഡ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. അതിപ്പോ ഒരു ഈസി ഗോളിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഒരു ചെറിയ സ്റ്റിക്കി നോട്ട്. ഞാൻ ഏറ്റവും ഇടപഴകുന്ന സ്ഥലം അടുക്കള ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിന്റെ മുകളിലാണ് ഞാനത് ഒട്ടിച്ചു വെക്കാറുള്ളത്. അപ്പൊ അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് അത് നിങ്ങൾ കാണത്തക്ക വിധം വിഷ്വൽ ആയിട്ട് നിങ്ങളത് ഒട്ടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങളുടെ സ്കോർ കാർഡ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തെ മറ്റു വ്യക്തികളുമായി കമ്പയർ ചെയ്യുന്നുണ്ട്. ആ കമ്പാരിസന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എ സ്കോർ കാർഡ് യുവർ ബ്രെയിൻ വിൽ യൂസ് സമൺ എൽസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കോർ കാർഡ് മിസ്സാകുമ്പോൾ മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ സ്കോർ കാർഡിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ വായിക്കുന്നത്. അപ്പോ ഒരു സ്കോർ കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു കമ്പാരിസൺ, മറ്റു വ്യക്തികളുമായുള്ള ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു കമ്പാരിസൺ ഒഴിവാക്കാനായി നിങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മാസത്തെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ടുള്ള ഒരു ആക്ഷൻ ട്രാക്കർ, ഇതൊരു സ്കോർ കാർഡാണ്. നിങ്ങളുടെ വ്യത്യസ്തമായ ആക്ഷൻസ് മന്ത് എഴുതി, ആക്ഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി ഓരോ മാസത്തിലെ ഓരോ ദിവസവും നിങ്ങൾ ക്ലോസ് ചെയ്യുകയോ കളർ ചെയ്യുകയോ ചെയ്ത് അതിനെ ടോട്ടൽ ചെയ്യാനുള്ള ഒരു ആക്ഷൻ ട്രാക്കർ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് നെറ്റിലും PDF ആയിട്ട് അവൈലബിൾ ആണ്. അതാണ് അദ്ദേഹം പറയുന്ന ഈ ഒരു പ്രോമിസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്യാരണ്ടീഡ് ഗോളുകളുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു കാര്യം. അതേപോലെ തന്നെ ഈ ഫ്യൂവലിന്റെ കാര്യത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ ഫ്യൂവൽ പലപ്പോഴും മറ്റുള്ളവരെ പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അതും നിലനിൽക്കില്ല എന്നുള്ളത്. അതായത് നിങ്ങളെ പണ്ട് പിരിച്ചുവിട്ട ഒരു ബോസിനെ കാണിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണ്. ആ ബോസ് നിങ്ങൾ എന്ന ഒരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും ഓർമ്മിക്കുന്നുണ്ടാവില്ല. അപ്പോ മറ്റുള്ളവരെ പ്രൂവ് ചെയ്യിപ്പിക്കാനായി നിങ്ങൾ ഒരിക്കലും
ഒരു ഫ്യൂവൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കായി ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തിയെ പ്രൂവ് ചെയ്യിപ്പിക്കാനായി നിങ്ങൾ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തി ഭൂമിയുടെ ലോകത്തിൽ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ആ പെൺകുട്ടിയോ ആൺകുട്ടിയോ ഇപ്പോ ചിന്തിക്കുന്നു പോലും ഉണ്ടാവില്ല. അവർ അവരുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അവരുടെ കുട്ടികളോടും ഭർത്താവിനോടും ഒപ്പം വളരെ സന്തോഷപരമായി ജീവിക്കുന്നുണ്ടാവും. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഫ്യുവലായി മാറാൻ പാടില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള ഗോളുകളെ കുറിച്ച് മനോഹരമായി പറയുന്ന ഒരു പുസ്തകമാണിത്. ഈ ഒരു പുസ്തകത്തിലെ ഒരു കോട്ടോടുകൂടി എന്റെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ജോൺ എക്കഫ് പറയുന്നത്, ഫോർ മീ ബുക്ക് ഈസ് എ പാസ്പോർട്ട് ടു അനദർ ലൈഫ്. എനിക്ക് പുസ്തകം എന്നത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള പാസ്പോർട്ടാണ്. പാസ്പോർട്ട് എന്നാൽ നമുക്കറിയാം, മറ്റൊരു നമ്മൾ ഇതുവരെ കാണാത്ത അറിയാത്ത ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു 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 ടൂളാണ് പാസ്പോർട്ട്. അതേപോലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു നമ്മളെ വാർത്തെടുക്കാനായിട്ടുള്ള ഒരു പാസ്പോർട്ടായി മാറും ഈ പുസ്തകം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഏവരും കഴിയുന്നവർ ഈ പുസ്തകം വായിക്കണമെന്നും ഈ പുസ്തകത്തെ ഒരു ആക്ഷൻ ടൂളായി കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മൾ ഏവരുടെയും ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട നിങ്ങൾ ഏവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. Thank you, Anvita. Thank you so much. Excellent session. A beautiful girl from Florida is speaking here. Most of them residing in India. Thank you. So, all it takes is a goal എന്ന പുസ്തകമാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അതിൽ കുറെ നല്ല വാക്കുകൾ, വാചകങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ, ക്രിയേറ്റ് എ ബെസ്റ്റ് മോമെന്റ് ലിസ്റ്റ് എന്ന് പറയുന്നു, ക്രിയേറ്റ് ഇറ്റ് എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ എന്തിനതിന് പുറകെ പോകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കളി നിങ്ങൾ വിജയിച്ചാൽ ഉണ്ടാവുന്ന ഔട്ട്കം എഴുതി വെക്കണം എന്ന് നമ്മളോട് പറയുന്നു. അതുപോലെ തന്നെ ഈസി ഗോൾ അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മിഡിൽ ഗോളിലേക്കും പിന്നെ ഗ്യാരൻറ്റീഡ് ഗോളിലേക്കും പോകണം എന്നാണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഈ എഴുത്തുകാരൻ ജോൺ അക്കഫ്. ഭയത്തോടു കൂടി ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഫ്യൂവലായി ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ചുറ്റും ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടെന്ന് ഇവിടെ പറയുന്നു. അനുവിത പിന്നെ തറപ്പിച്ച് പറയുന്ന ഒരു പ്രോമിസ് എന്നുള്ളതാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ സ്കോർ കാർഡ് യുവർ ബ്രെയിൻ വിൽ യൂസ് സംവൺ എൽസ്. വളരെ കാര്യപ്രസക്തമായിട്ടുള്ള ഒരു പ്രോമിസിൽ അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണത്. ഓക്കെ, അപ്പൊ ഇത്രയും നല്ല നല്ല പോയിന്റ്സുകൾ പറഞ്ഞ ഒരു വായനയാണ് ഇവിടെ നടന്നത്. അപ്പോൾ എല്ലാവർക്കും അതിന് ഫീഡ്ബാക്ക് പറയാനുള്ള അവസരമുണ്ട്. ഒരാൾ പോലും ലീവ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വേറെ ആരും ഇല്ലെന്ന് വിചാരിക്കുന്നു. ടൈം ഫോർ അനുവിദ്യ ബാലൻ. ഓക്കെ, പ്ലീസ്. ശങ്കരൻ സർ, ഇന്ന് ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും വളരെയേറെ നന്ദി പറയാണ്. അതേപോലെ ചാറ്റ് ബോക്സിൽ വ്യത്യസ്തമായ മെസ്സേജുകൾ, അവർക്ക് ഏവർക്കും നന്ദി പറയുന്നു. അപ്പോൾ വിൻസെന്റ് സാർ ചോദിച്ച ഒരു കാര്യത്തിന്, അതായത് നമുക്ക് ആ ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് ഈ റോക്കറ്റിനെ കൊണ്ട് പറഞ്ഞതുപോലെ ആ ഒരു ഭൂമണ്ഡലത്തിൽ നിന്നും ആ ഒരു ബഹിരാകാശത്തേക്ക് പോകാനായിട്ടുള്ള ഒരു സോളിഡ് ഫ്യൂൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ അത് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ അവിടെ സ്റ്റാറ്റിക് ആയിട്ട് പൊട്ടൻഷ്യൽ സോണിൽ ബഹിരാകാശത്ത് നിൽക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യാനായിട്ട് ആ ഒരു റിജക്ഷനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്.
നമ്മളുടെ ഫസ്റ്റത്തെ ആ ഒരു റെസിസ്റ്റൻസ് ഇല്ലാതാക്കാൻ നമുക്ക് അതിനെ ഉപയോഗിക്കാം. പക്ഷെ ഒരു ലോങ് ടേം ആയിട്ടുള്ള നമ്മൾ ഏറ്റവും മികച്ച ഒരു പൊട്ടൻഷ്യൽ സോണിൽ നിലനിൽക്കുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ഫ്യൂവൽസ് ലിക്വിഡ് ഫ്യൂവൽസ് ആണ്. അതിന് അദ്ദേഹം പറഞ്ഞ ഈ 4 ഫ്യൂവൽസ് എക്സാമ്പിൾ പറഞ്ഞ ഫ്യൂവൽസ് ആണ് അദ്ദേഹം ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സർ.